കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ക്രൈസ്തവ സഭകൾക്ക് എക്കാലവും നിർണായകമായ സ്ഥാനമുണ്ട്. വിമോചന സമരം മുതൽ ഇന്ന് വരെയുള്ള ഓരോ തിരഞ്ഞെടുപ്പുകളിലും സഭയുടെ നിലപാടുകൾ കേരളത്തിന്റെ ഭരണചക്രത്തെ സ്വാധീനിച്ചിട്ടുമുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നടത്തിയ വെളിപ്പെടുത്തലുകൾ കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾക്കുള്ള കൃത്യമായ താക്കീതും സഭയുടെ മാറുന്ന രാഷ്ട്രീയ ബോധ്യങ്ങളുടെ വിളംബരവുമാണ്. കേരളത്തിൽ BJP ഓരോ തവണ നേട്ടമുണ്ടാക്കുമ്പോഴും അതിനെ ക്രൈസ്തവ പിന്തുണയുമായി ബന്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരുടെ പതിവാണ്. എന്നാൽ ഈ വാദത്തെ ബിഷപ്പ് പാംപ്ലാനി അടിമുടി നിരാകരിക്കുന്നു. തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ വിജയം ക്രൈസ്തവർ ഒന്നടങ്കം BJPയിലേക്ക് ചേക്കേറിയതിന്റെ ഫലമാണെന്ന വ്യാഖ്യാനം ബാലിശമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഭക്തരും സാധാരണക്കാരുമായ ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനായല്ല, മറിച്ച് തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജനപ്രിയ വ്യക്തിയായാണ് കണ്ടത്. അവിടെ വോട്ട് ചെയ്തത് ഒരു പ്രത്യേക മതവിഭാഗമല്ല, മറിച്ച് മാറ്റം ആഗ്രഹിച്ച ജനങ്ങളാണ്. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴുമ്പോൾ അത് തങ്ങളുടെ പരാജയമായി കാണാതെ സമുദായത്തിന് മേൽ കെട്ടിവെക്കുന്നത് ആത്മപരിശോധന നടത്താനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിമുഖതയാണ് വ്യക്തമാക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും പ്രതിഷേധ വോട്ടുകളും ഏത് മുന്നണിയും തകർക്കാമെന്ന യാഥാർത്ഥ്യം പാർട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്. BJP ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയായി സഭ കാണുന്നില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ഇതിന് പിന്നിൽ ഒരു നിബന്ധനയുണ്ട്. അത് ദേശീയ തലത്തിൽ ക്രൈസ്തവരുടെ സുരക്ഷയാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളോട് സൗഹൃദം പ്രകടിപ്പിക്കുകയും അതേസമയം ഉത്തരേന്ത്യൻ പള്ളികൾക്കും കന്യാസ്ത്രീകൾക്കും നേരെ ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് ബിഷപ്പ് തുറന്നു പറയുന്നു. ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളല്ല, മറിച്ച് ഭരണഘടനാപരമായി തുല്യതയും ജീവിക്കാനുള്ള അവകാശവുമാണ് വേണ്ടത്. ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണോ എന്ന ചോദ്യത്തെ സാമാന്യവൽക്കരിക്കാതെ നിരന്തരം ആവർത്തിക്കുന്ന ചെറിയ ആക്രമണങ്ങളെ പോലും ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു കീഴ്വഴക്കമാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രത്യേക സമുദായങ്ങൾക്ക് ലേബലിലുള്ള പാർട്ടികൾക്ക് നൽകുക എന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാടാണ് സഭ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പേരെടുത്ത് പറയാതെ തന്നെ ദശാബ്ദങ്ങളായി മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് സഭയ്ക്ക് പരാതികളുണ്ട്. പ്രധാന വകുപ്പുകൾ കോൺഗ്രസോ CPMോ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് സമൂഹത്തിന് നല്ലത്. അതാകുമ്പോൾ തീരുമാനങ്ങൾ കൂടുതൽ സന്തുലിതമാകുമെന്നും ഏതെങ്കിലും ഒരു സമുദായത്തിന് മുൻഗണന ലഭിക്കുന്നുവെന്ന പരാതി ഒഴിവാക്കുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ജനസംഖ്യ അനുപാതത്തിൽ അവകാശങ്ങൾ വിതരണം ചെയ്യണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്നത് സഭയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഇത് ഏതെങ്കിലും വിഭാഗത്തിനെതിരല്ല, മറിച്ച് അർഹമായ നീതിക്ക് വേണ്ടിയുള്ള വാദമാണ്. മുൻകാലങ്ങളിൽ കോൺഗ്രസിനൊപ്പമാണ് സഭാ നേതൃത്വം ഉറച്ചു നിന്നിരുന്നതെങ്കിൽ ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു. ഇടതുപക്ഷ നേതാക്കൾ സഭയുടെ കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നത് ബിഷപ്പ് തന്നെ സമ്മതിക്കുന്നു. സ്പീക്കർ ഷംസീറും മുഖ്യമന്ത്രി പിണറായി വിജയനും സഭാ നേതൃത്വവുമായി നടത്തുന്ന നിരന്തരമായ ചർച്ചകൾ ഇതിന് തെളിവാണ്. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സഭ നൽകിയ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സർക്കാർ വന്യജീവി സംരക്ഷണ ബില്ലിൽ ഉൾപ്പെടുത്തിയത് വലിയൊരു മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. സഭയുടെ ആവശ്യങ്ങൾ കേൾക്കാനും അത് പരിഗണിക്കാനും ഇടതുപക്ഷം തയ്യാറാകുന്നത് അവർക്കിടയിലെ ക്രിസ്ത്യൻ വിരുദ്ധ പ്രതിച്ഛായ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. KM മാണി എന്ന അധികായനു ശേഷം കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളായി ചിതറിയത് ക്രൈസ്തവ സമൂഹത്തിന്റെ രാഷ്ട്രീയ കരുത്തിനെ വലിയ രീതിയിൽ ബാധിച്ചു. മുൻപ് സർക്കാരുകളെ നിയന്ത്രിക്കാനും സമുദായത്തിന് അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കാനും സാധിച്ചിരുന്ന ഒരു പ്രഷർ ഗ്രൂപ്പ് ഇന്ന് ദുർബലമായിരിക്കുന്നു. കേരള കോൺഗ്രസിന്റെ വിനാശകരമായ പിളർപ്പുകളെ ബിഷപ്പ് പരിഹസിക്കുന്നു. വളരാതെ പിളരുന്നത് സമുദായത്തിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തെ തകർക്കുകയാണ് ചെയ്തത്. ഒരു ക്രൈസ്തവ മുഖ്യമന്ത്രി ഉണ്ടായാൽ സമുദായത്തിന് പ്രത്യേക ഗുണമൊന്നും ലഭിക്കില്ലെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു. മുൻപുണ്ടായ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ സമുദായത്തിന് വേണ്ടി മാത്രം ഒന്നും ചെയ്തിട്ടില്ലെന്നും അത് സഭ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സഭ ഏതെങ്കിലും ഒരു മുന്നണിയുടെ വോട്ട് ബാങ്ക് ആയിരിക്കില്ല എന്നാണ്, മറിച്ച് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെയും പാർട്ടികളുടെ നിലപാടുകളെയും വിലയിരുത്തിക്കൊണ്ടുള്ള പ്രൊഫഷണൽ രാഷ്ട്രീയമായിരിക്കും സഭ സ്വീകരിക്കുക. അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന എന്നാൽ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കാത്ത സന്തുലിതമായ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് സഭ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ബിഷപ്പ് ജോസഫിന്റെ ഈ തുറന്നു പറച്ചിലുകൾ കേരളത്തിലെ 3 പ്രധാന മുന്നണികൾക്ക് മൂറ്റുപോലെ വെല്ലുവിളിയാണ്. UDFന് തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. LDFന് തങ്ങൾ ക്രൈസ്തവർക്ക് വിരുദ്ധരല്ലെന്ന് തെളിയിക്കേണ്ടതുമുണ്ട്. BJPക്ക് കേരളത്തിലെ ക്രൈസ്തവരുടെ വിശ്വാസം നേടിയെടുക്കണമെങ്കിൽ ദേശീയ തലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. കേരള രാഷ്ട്രീയം വീണ്ടും ഒരു വിമോചന സമരത്തിന് സാക്ഷ്യം വഹിക്കില്ലെങ്കിലും നിശബ്ദമായ ഒരു രാഷ്ട്രീയ വിപ്ലവത്തിന് ക്രൈസ്തവ സഭകൾ തിരികൊളുത്തി കഴിഞ്ഞുവെന്ന് വേണം കരുതാൻ. സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മന്ദമായ വിധേയത്വം പുലർത്തുന്നില്ല. BJP തൊട്ടുകൂട്ടാത്തവരായി കാണുന്നില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും ദേശീയ തലത്തിൽ ക്രൈസ്തവർ നേരിടുന്ന ആക്രമണങ്ങളിൽ സഭയ്ക്ക് കടുത്ത ആശങ്കയുണ്ട്. കേരളത്തിലെ സൗഹൃദം കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഉറപ്പാക്കണമെന്നുമാണ് സഭയുടെ പക്ഷം. സഭ പുതിയ ആനുകൂല്യങ്ങൾ അവകാശപ്പെടുന്നില്ല, മറിച്ച് അർഹമായത് ലഭിക്കണമെന്ന വാദത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ജനസംഖ്യ ആനുപാതികമായ ആനുകൂല്യം വിതരണവും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിലെ സന്തുലിത അവസ്ഥയും സഭ ലക്ഷ്യമിടുന്നു. വിദ്യാഭ്യാസ വകുപ്പ് പോലുള്ള നിർണായക വകുപ്പുകൾ ഒരു പ്രത്യേക വിഭാഗം മാത്രം കൈയാളുന്നതിനേക്കാൾ മുന്നണിയിലെ പ്രധാന കക്ഷികൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ ജനാധിപത്യപരമെന്ന് സഭ വിശ്വസിക്കുന്നുമുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ
സർക്കാരുമായി ക്രിയാത്മകമായ സംവാദത്തിന് സഭ തയ്യാറാകുന്നു. വന്യജീവി സംഘർഷം പോലുള്ള ജനകീയ വിഷയങ്ങളിൽ സഭയുടെ നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചത് ഈ മാറ്റത്തിന്റെ തെളിവാണ്. അതേസമയം രാഷ്ട്രീയ പാർട്ടികൾ തോൽവിക്ക് സമുദായത്തെ പഴിചാരുന്ന രീതിയെ സഭ ശക്തമായി എതിർക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ വോട്ട് ബാങ്ക് എന്ന ലേബലിൽ നിന്ന് മാറി സ്വന്തം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി മാറാനാണ് സഭ ഇപ്പോൾ ശ്രമിക്കുന്നത്.